നമസ്കാരം. റേഡിയോ മലയാളം 98.6 ജിബിനും ഷിഫിനുമാണുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് മത്താർകദ്വീപിലാണ്. ചായക്കടയുടെ 3ാമത്തെ ബ്രാഞ്ച് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇതിനു മുമ്പ് നമ്മൾ ബിൻ മുഹമ്മദിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു, ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ മുന്തസയിൽ പോയിട്ടുണ്ടായിരുന്നു, അവിടുന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കാഴ്ചകളാണ്. ചായക്കടയെ പറ്റി പറയുമ്പോൾ എപ്പോഴും പറയുന്നത് വെച്ചാൽ കഴിക്കാനും കാഴ്ചയ്ക്കും ചായക്കട എന്നുള്ളതാണ്. വ്യത്യസ്തമായ കാഴ്ചകളാണ് നമുക്ക് ചായക്കടയുടെ ഏത് ബ്രാഞ്ചിൽ പോയാലും അവർ സമ്മാനിക്കാറുള്ളത്. ഇതിനോടൊപ്പം തന്നെ ഖത്തറിലെ വ്യത്യസ്തമായുള്ള രുചികൾ നമ്മുടെ ചായക്കടയിൽ തന്നെയാണ് ലഭ്യമാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ കാഴ്ചകളിലേക്ക് റേഡിയോ മലയാളം 98.6 പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അപ്പൊ അങ്ങനെ ചായക്കടയുടെ 3ാമത്തെ ബ്രാഞ്ച് ആയിട്ടുള്ള മത്താർകദ്വീപ്, അത് നമ്മുടെ അഫ്ഗാൻ പ്രദേശത്തിന്റെ ഓപ്പോസിറ്റ് ആണ്. അവിടുത്തെ കാഴ്ചകളിലേക്ക് ഇതാണ് നമ്മുടെ കാസർഗോഡ് കാതർക്കോയാണ്. ചായക്കടയിലേക്ക് വരുന്നവരെ സ്വാഗതം ചെയ്യാനായിട്ട് ആദ്യം നമ്മുടെ കൂടെയുള്ളത് കാതർക്കയാണ്. നമ്മുടെ ചായക്കടയും നമ്മുടെ പപ്പു ചേട്ടനുമായിട്ട് നല്ല ബന്ധമാണ്. കാരണം മുന്തസയിലെ ചായക്കടയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ പൗലോസ് ഉണ്ട്. നമ്മുടെ പപ്പു ചേട്ടന്റെ പോലീസ് എന്ന് എല്ലാവരും മേടിക്കുന്ന ആ ഒരു വണ്ടിയുണ്ടല്ലോ, ജീപ്പ് പൗലോസ്, അതവിടെയുണ്ട്. ഇവിടെ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ മത്താർകദ്വീപിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ശരിയാക്കി തരാം എന്ന് പറയുന്ന ആ ഒരു റോഡ് എന്താ അത് തന്നെ ഇവിടെയുണ്ട്. ഇനിയിപ്പോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്തകൾ പറയാനുള്ളത്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇതിൽ കമന്റ് ചെയ്യുക. കമന്റ് ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഷ്ടാഗ് റേഡിയോ മലയാളം എന്ന് കമന്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഹാഷ്ടാഗ് ചായക്കട എന്ന് കമന്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ടാഗ് ചെയ്യുക കൂടി വേണം. അങ്ങനെ വരുമ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾക്ക് നമ്മളോട് ഒരുമിച്ചിരുന്നിട്ട് ചായക്കടയിൽ നിന്ന് ഒരു ഗംഭീര ഫുഡ് കഴിക്കാനുള്ള ചാൻസാണ് കിട്ടാൻ പോകുന്നത്. കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും ഇരുന്ന് ആഹാരം കഴിക്കാവുന്ന പ്രത്യേകതയാണ് ചായക്കടയിൽ വരുമ്പോൾ പെട്ടെന്ന് അറിയാൻ പറ്റുന്നത്. കാരണം KL05 കണ്ടു കഴിഞ്ഞു, ഇപ്പോൾ ഇത് KL10 നമ്മുടെ മലപ്പുറത്താണ് എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രത്യേകത, ഇവിടെ ഇന്റീരിയർ ഏറ്റവും എടുത്ത് പറയേണ്ടത് തന്നെയാണ്. അത് ഇപ്പോൾ പഴയ പത്രങ്ങൾ, മുദ്രപത്രങ്ങളുണ്ടല്ലോ, അതിന്റെ രീതിയിലൊക്കെയാണ്. അതിന്റെ ആ ഒരു ഫോട്ടോ കോപ്പീസ് ഇവിടെയുണ്ട്. 25 പൈസയുടെ മുദ്രപത്രങ്ങൾ വരെ ഇവിടെയുണ്ട്. ചായക്കടയുടെ ഉള്ളിലുള്ള രസകരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടോണ്ടിരിക്കുന്നത് നമ്മുടെ ഫൈസലാണ് ചായക്കടയുടെ ഓണർ എന്ന് പറയുന്നത്. അവരുടെ വൈഫായിട്ടുള്ള നമ്മുടെ ഫെമിന, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമുള്ള ബ്രാഞ്ചുകളിലൊക്കെ കണ്ടതാണ്. നല്ല രസമായിട്ട് ഇന്ത്യയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഫെമിനയാണ്. ഫെമിന ഇപ്പൊ നമ്മളിവിടെ 3ാമത്തെ ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചായക്കടയുടെ മത്താർകദ്വീപില്. എല്ലാ സിഗ്നേച്ചർ ഡിഷസും ഉണ്ടായിരിക്കും. പിന്നെ അതോടുകൂടി തന്നെ കുറച്ച് പുതുമയുള്ള കുറച്ച് ഡിഷസ് കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ സ്പെഷ്യൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഇത് എന്റെ കൂടെ ഉള്ളത് നമ്മുടെ ഷെഫ് സാലി, നമ്മുടെ മെയിൻ ഷെഫാണ്. നെയ്ച്ചോർ പൊതി ബീഫ്, പിന്നെ ചെമ്മീൻ വഞ്ചിക്കറി, ബീഫ് കനല്, പിന്നെ കുട്ടിക്കോഴി എന്ന് പറയുന്ന സ്പെഷ്യൽ സാധനമാണ് ചായക്കടയിലുള്ള. ഫിഷ് മലബാരി മസാല ചട്ടിക്കറി, പിന്നെ ഉള്ളത് ചിരട്ട സർബത്ത് സ്പെഷ്യൽ. ആക്ച്വലി നമ്മളുടെ എല്ലാ സിഗ്നേച്ചർ ഡിഷസുമായ നമ്മുടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന കാന്താരി ബീഫ്, കാന്താരി ചിക്കൻ, പിന്നെ നമ്മുടെ പഴങ്കഞ്ഞി, ചട്ടിച്ചോറ്, ചട്ടിപ്പെരുക്ക്, പിന്നെ കുറച്ചും കൂടി കൂടുതൽ വെറൈറ്റീസ്, സർബത്തിലെ ലസ്സി, പിന്നെ ഇപ്പോൾ ഷെഫ് സാലി പറഞ്ഞ പോലെ ചിരട്ട സർബത്ത് എന്നൊരു ചിരട്ടയിൽ വരുന്ന സർബത്തുണ്ട്. ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് ഞങ്ങൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾ വരിക, ടേസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ എല്ലാവരുടെയും ഫീഡ്ബാക്ക് തരിക. താങ്ക് യു. ചായക്കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ച് തൃപ്തിയാവുമ്പോൾ നമ്മൾക്ക് മുഴക്കാനുള്ളതാണ് ഒരു മണി എന്ന് പറയുന്നത്. ഇതുപോലെ ചായക്കടയിലെ രുചികരമായ ഭക്ഷണം കഴിക്കാനായിട്ട് ഇപ്പൊ ഒരു സ്പെഷ്യൽ അവസരം പറയാം. ഈ വീഡിയോ ലൈക്ക്, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ കമന്റ് ചെയ്യേണ്ടത് ഹാഷ്ടാഗ് മലയാളം 98.6 ഹാഷ്ടാഗ് ചായക്കട എന്നാണ്. എന്നിട്ട് നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിനെ ടാഗ് ചെയ്യുക കൂടി ചെയ്യുക. അതിൽ നിന്ന് സെലക്ട് ആവുന്ന കുറെ ആളുകൾക്ക് നമ്മളോടൊപ്പം ഒരുമിച്ചിരുന്ന് ചായക്കടയുടെ രുചികരമായിട്ടുള്ള ഭക്ഷണം ടേസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ് കിട്ടുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്തോ, ലൈക്ക് ചെയ്തോ, കമന്റ് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ തിളച്ചു മറിഞ്ഞുകൊണ്ട് നിൽക്കുന്നത് ബീഫ് കാന്താരിയാണ്. ഇത് കനൽ ചിക്കൻ ആണ് കേട്ടോ. ചായക്കടയുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് കനൽ ചിക്കൻ. നല്ല നെയ്ച്ചോർ പൊതിയാണ് നമ്മുടെ ചായക്കട മത്താർകദ്വീപിലെ മറ്റൊരു സ്പെഷ്യൽ ഫുഡാണിത്. നല്ല വാഴയിലയിൽ ഇങ്ങനെ പൊതിഞ്ഞേക്കുക കേട്ടോ. നമ്മൾ നേരത്തെ ഇങ്ങനെ കുറെ നേരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ്
കുട്ടിക്കോഴി. ഫുൾജാർ സോഡ എന്ന വൻമരം വീണു. ഇനി എന്ത്? ചായക്കടയിലെ ചിരട്ട സർവ്വം. FM 98.6. ഖത്തർ മലയാളികളുടെ സ്വന്തം ചങ്ങായി